ഹായ് പ്യാരെ വെച്ച് വന്ന സാറാണ്. എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, നമ്മുടെ ക്രിസ്മസ് പരീക്ഷയുടെ ടൈം ടേബിളൊക്കെ വന്നത് എൻ്റെ മക്കൾ അറിഞ്ഞിട്ടുണ്ടാകും. ഡിസംബർ 15 നമ്മുടെ പരീക്ഷ ആരംഭിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പരീക്ഷയൊക്കെ നേരിടണം. എൻ്റെ എല്ലാ മക്കളും അടിപൊളിയായിട്ട് ഇരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യവുമായിട്ടാണ് സാർ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് പരീക്ഷയിൽ 100% ചോദിക്കും എന്ന് ഉറപ്പുള്ള ഒരു ചോദ്യമാണ്. എൻ്റെ മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഇത് നോട്ട് ചെയ്യണം. എന്താണ് ആ ചോദ്യം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇതേപോലെ ഒരു സൂചന തന്നിട്ട് രംഗ് പെഹ്ചാനെ എന്ന് പറയും. രംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കളറാണ് അല്ലെ, കളേഴ്സ് ആണ്, നിറങ്ങൾ. അപ്പൊ നിറം തിരിച്ചറിയൂ എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പരിപാടി അല്ലെ. അപ്പൊ താഴെ ഒരുപാട് നിറങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ മക്കൾ ചെയ്യേണ്ടത് എന്താ, ആദ്യം നമ്മൾ നിറങ്ങൾ നമുക്കറിയുന്ന ലാംഗ്വേജ് നമ്മൾ ഇത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ആദ്യം മഞ്ഞ കാണുന്നുണ്ട്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, മഞ്ഞ എന്ന് തന്നെ മനസ്സിലാക്കി എഴുതി വെക്കുക അല്ലെ. പിന്നെ നമുക്ക് എന്ത് കാണുന്നുണ്ട്, പച്ച കാണുന്നുണ്ട്, പിന്നെ നമുക്ക് കറുപ്പ് കാണുന്നുണ്ട്, പിന്നെ നമുക്ക് ചുവപ്പ് കാണുന്നുണ്ട്, പിന്നെ നമുക്ക് നീല കാണുന്നുണ്ട്. ഇത് സംശയമൊന്നുമില്ലല്ലോ, ഇത് ഇത്തരത്തിൽ നമുക്ക് കണ്ടെത്താൻ എളുപ്പമല്ലേ. ഇനി സാറിന്റെ മക്കൾക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്തെല്ലോ നിറങ്ങൾ എൻ്റെ മക്കൾക്ക് അറിയാം, അപ്പൊ അത് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. അപ്പൊ അത് നിങ്ങൾ ഇങ്ങനെ നോക്കുക. സാർ എനിക്ക് കറുപ്പിന് അറിയാം എന്താന്നുള്ളത്. എന്താണ്, കാലയല്ലേ. അപ്പൊ കാല എവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, കറുപ്പിന് അത് എഴുതി കൊടുക്കുക. അപ്പൊ കാല അല്ലെ, കാല എന്നുള്ളത് നമുക്ക് കിട്ടി. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ താഴെ എഴുതാൻ വേണ്ടിയിട്ട് സ്ഥലം ഉണ്ടാവും. ഇത് പനസാർ എന്ത് ചെയ്തതാണ്, ഇതിന്റെ ഇവിടെ തന്നെ എഴുതി തന്നാണ്. അപ്പം കറുപ്പിന് കാല എന്നാണ് പറയുന്നത് എന്ന് എൻ്റെ മക്കൾക്ക് മനസ്സിലായി. സാറേ നീലക്ക് ഞങ്ങൾക്കറിയാം, നീലക്ക് നീല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ അതും നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, നീല അല്ലെ. നീലക്ക് നീല നമ്മൾ ഹിന്ദിയിലും പറയുന്നത് എന്താണ്, അത് തന്നെയാണ്. അപ്പൊ നമ്മൾ നീല നമ്മൾ എഴുതി കൊടുത്തു. അപ്പൊ 2 എണ്ണം കിട്ടിയോ സാറേ? ഇപ്പൊ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ട്, പച്ചക്ക് ഹര എന്നാണ് പറയുന്നത്. യെസ്, അപ്പൊ പച്ചക്ക് ഇവിടെ എന്താണ്, ഹര എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പച്ചയുടെ നേരെ നമ്മൾ എന്ത് എഴുതി കൊടുക്കുന്നു, ഹര എന്ന് എഴുതി കൊടുക്കുന്നു. സെറ്റ് അല്ലേ. അപ്പൊ അതും നമ്മൾ പഠിച്ചു അല്ലെ. ഇനി നമ്മൾ നോക്കുമ്പോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന 2 നിറങ്ങളാണ്, 2 പേരുകളാണുള്ളത്. ഒന്ന് പീല, അതേപോലെ നമുക്ക് വരുന്നത് എന്താ, അതേപോലെ വരുന്നത് ലാൽ എന്നാണ്. അപ്പൊ ലാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കോ, ചുവപ്പാണ് അല്ലേ. അപ്പൊ സ്വാഭാവികമായും 4 എണ്ണം കിട്ടുമ്പോ മഞ്ഞക്ക് നമ്മൾ പറയുന്ന പേരെന്താണ് മക്കളെ, പീല എന്നാണ് നമ്മൾ പറയുന്നത്. പീല, മനസ്സിലായോ? അപ്പൊ ലാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കോ, ചുവപ്പാണ്. ചുവപ്പ് നിറത്തിനാണ് നമ്മൾ ഹിന്ദിയിൽ ലാൽ എന്ന് പറയുന്നത്. കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പാണ്. പീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കോ, മഞ്ഞയാണ്. നീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു കൺഫ്യൂഷനും വേണ്ട, നീല തന്നെയാണ്. അതേപോലെ ഹര എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കോ, പച്ചയാണ്. അപ്പൊ ലാൽ ചുവപ്പ്, റെഡ്, കാല കറുപ്പ് അല്ലെ, ബ്ലാക്ക് ആണ്. പീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞയാണ്. അതേപോലെ നീല എന്ന് പറഞ്ഞാൽ നോ ഡൗട്ട് നീല തന്നെയാണ്. ഹര എന്ന് പറഞ്ഞാൽ പച്ചയാണ് അഥവാ ഗ്രീൻ ആണ്. ഇത്തരത്തിൽ നമുക്ക് മനോഹരമായിട്ട് ഒരാളുടെ സഹായം ഇല്ലാതെയും നമുക്ക് സിമ്പിൾ ആയിട്ട് നിറങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. ഇങ്ങനെ നിറങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ എൻ്റെ മക്കളെ ഈ വരുന്ന ഹാഫ് ഇയർലി എക്സാം അഥവാ ക്രിസ്മസ് പരീക്ഷയിൽ കാത്തിരിക്കുന്നത് 5 മാർക്കാണ്. ഈ 5 മാർക്ക് നമുക്ക് എന്ത് ചെയ്യും, ഈ പരീക്ഷയിൽ നമുക്ക് കിട്ടും. നമുക്ക് ആ ആക്ടിവിറ്റിയുടെ മുഴുവൻ മാർക്കും നമുക്ക് കിട്ടും. അടിപൊളിയായിട്ട് നമുക്ക് പരീക്ഷ നേരിടാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ എൻ്റെ ഒരു മക്കളും പേടിക്കണ്ട, നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, ആ പരീക്ഷ സെറ്റ് ആക്കണം. അപ്പൊ ഇനി വരുന്ന നമ്മുടെ എല്ലാ ലൈവുകളും അതേപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ എൻ്റെ മക്കൾ കാണണം. അതേപോലെ ഇനി നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഏതെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അടിപൊളിയാക്കണം. അഗല ക്ലാസ് में सर फिर मिलेगा. सबका बहुत बहुत शुक्रिया. बाय बाय.